Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Samsung Galaxy S24 Plus, അതായത് സാംസങ്ങിന്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന്റെ ചാർജിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ Samsung Galaxy S24 Plusൽ വരുന്നത് 4900 mAh ബാറ്ററിയാണ്, അതായത് 4900 mAh ബാറ്ററിയാണ്. ഇതിനൊപ്പം തന്നെ ഇതിനകത്ത് 45 വാട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് 45 വാട്ട് ചാർജർ സാംസങ്ങിന്റെ. ഇത് നമ്മൾ അഡീഷണൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്, ബോക്സിനകത്ത് വരുന്നതല്ല. ഇത് അറൌണ്ട് 3000 rupees എന്തോണ് ഇതിന്റെ വില വരുന്നത്. ഇതിനൊപ്പം തന്നെ ഇതിന്റെ കേബിളും വരുന്നുണ്ട്. ആ ഒരു കേബിൾ വെച്ച് ചാർജ് ചെയ്താൽ മാത്രമേ 45 വാട്ട് ചാർജിങ് സ്പീഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാംസങ് ഗാലക്സി S24 പ്ലസ് ചാർജ് ചെയ്യാൻ പോവാണ് ഈ ഒരു ചാർജിങ് ബ്രിക്ക് വെച്ചാണ്, അതായത് 45 വാട്ട് ചാർജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് പോവാം. എബൌട്ട് ഫോൺ എടുക്കാം. അപ്പോൾ സാംസങ് ഗാലക്സി S24 പ്ലസ് കാണാം. നമുക്കിപ്പോൾ ബാറ്ററി കാണാം, വെറും 1% ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ചാർജ് ചെയ്യാൻ പോവാണ്. സാംസങ് ഗാലക്സി S24 പ്ലസിൻ്റെ ചാർജിങ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 45 വാട്ട് ചാർജിങ്. അപ്പോൾ നമ്മൾ ഫോൺ ചാർജിങ്ങിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0, അതാണ് 45 വാട്ട് ചാർജിങ് വരുന്നത്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടൈമറും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടൈമർ. അപ്പോൾ 1% ബാറ്ററിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്ക് ഇനി ചാർജിങ് സ്പീഡ് നോക്കാം. 100% വരെ എത്ര എടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അറൗണ്ട് 60 മിനിറ്റ്സ് 70 മിനിറ്റ്സ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 5 മിനിറ്റായി ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്ര ബാറ്ററിനെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. 38 ഡിഗ്രി ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അതൊരു നോർമൽ ടെമ്പറേച്ചറാണ്. സാധാരണ ഏതൊരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും വരുന്ന ഒരു ടെമ്പറേച്ചറാണ് 38 ഡിഗ്രീസ്. അപ്പോൾ നമുക്കിവിടെ കാണാം ബാറ്ററി 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ അറൗണ്ട് 15% ബാറ്ററി ആയിരിക്കുകയാണ്. ഇൻഫാക്ട് 16% ആയിരിക്കുകയാണ് 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ. അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്പീഡ് എന്ന് പറയാം. 45 വാട്ട് ചാർജിങ്ങിൻ്റെ ഒരു ഡീസൻറ്റ് സ്പീഡാണ് വരുന്നത്. അപ്പോൾ 16% അറൗണ്ട് 6 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിലാണ്. ഇനി നമുക്ക് 10 മിനിറ്റ് ചാർജിങ് കഴിയുമ്പോൾ എത്ര ബാറ്ററി വരും നോക്കാം. അതാണ് നെക്സ്റ്റ് നമ്മുടെ ചാർജിങ് സ്പീഡ് നോക്കുന്നത്. അപ്പോൾ അറൗണ്ട് 12 മിനിറ്റ്സ് ആയി. 10ൽ നമുക്ക് മിസ്സായിപ്പോയി. പക്ഷേ 12 മിനിറ്റ്സ് ആയി. 12 മിനിറ്റ്സിൽ വീണ്ടും തന്നെ ടെമ്പറേച്ചർ ഏതാണ്ട് സെയിം ആണ്, വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. 38 ഡിഗ്രീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 12 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ 28% ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്പീഡാണ്. ഇപ്പോൾ പല ഫ്ലാഗ്ഷിപ്പിലും 120 വാട്ടും 80 വാട്ടും 100 വാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാൽ പോലും 28% ഒരു ഡീസൻറ്റ് സ്പീഡാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. 12 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ 28% ആണ് സാംസങ് ഗാലക്സി S24 പ്ലസിൻ്റെ ബാറ്ററി. ഇനി നമുക്ക് അടുത്തത് 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ ഇതിന് എത്ര ബാറ്ററിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 21 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 20 മിനിറ്റ്സ് കുറച്ച് കൂടിയിരിക്കുകയാണ്. 21 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 21 മിനിറ്റ്സിൽ 46% ബാറ്ററി ഉള്ളത്. അപ്പോൾ 50%ൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഒരു 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ്. ഇൻഫാക്ട് 20 മിനിറ്റ്സ് ആയിട്ട് പോലും 50% ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 46% ബാറ്ററി ഉള്ളൂ. 12 മിനിറ്റായി ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വീണ്ടും തന്നെ ഒരു ഡീസൻറ്റ് സ്പീഡ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 30 മിനിറ്റായി, അതായത് അരമണിക്കൂറായി ചാർജിങ് തുടങ്ങിയിട്ട്. നമ്മൾ അരമണിക്കൂറിൽ 62% ബാറ്ററി ആയിരിക്കണം. ഇപ്പോൾ സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഇപ്പോൾ എനിക്കൊന്ന് 120 വാട്ടൊക്കെ അരമണിക്കൂർ താഴെ മതി. ഇനിയും 36 മിനിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അരമണിക്കൂറിൽ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഹാഫിന് മുകളിലുണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം. എന്നാൽ പോലും 62% അത്രയ്ക്ക് ഒരു സ്പീഡല്ല. ഇനി അടുത്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത 40 മിനിറ്റ്സിൽ എത്ര ബാറ്ററിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 41 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 41 മിനിറ്റിൽ എത്രയായി നമുക്ക് നോക്കാം. 80% ആയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ഡീസൻറ്റ് സ്പീഡാണ്. ഇനിയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറയുന്നത്. കാരണം 80% ആയിട്ട് വെറും ഇനിയും 28 മിനിറ്റ് എടുക്കുമെന്നാണ് ഫോൺ പറയുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ 42 മിനിറ്റ്സിൽ 80% ആയിരിക്കുകയാണ്. ഇപ്പോൾ 51 മിനിറ്റായി. 51 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 51 മിനിറ്റ്സിൽ നമുക്ക് അറൗണ്ട് 93% ബാറ്ററി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 93% ബാറ്ററി ഇൻ 51 മിനിറ്റ്സ്. ഇനി അടുത്ത് നമ്മൾ 1 അവർ ഓഫ് ചാർജിങ്ങിൽ എത്ര നോക്കാം. അതായത് 60 മിനിറ്റ് ആകുമ്പോൾ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 1 അവർ 4 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 64 മിനിറ്റ് ആയിരിക്കുകയാണ്. 64 മിനിറ്റിൽ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ 64 മിനിറ്റ്സ് ആണ് ഇത് എടുത്തത് ഫുള്ളി ചാർജ് ആവാൻ. അപ്പോൾ ഒരു ഡീസൻറ്റ് സ്പീഡ് എന്ന് പറയാം. കാരണം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ ഇതാണ് ഏറ്റവും സ്ലോവസ്റ്റ്. ഐഫോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ഇതാണെന്ന് പറയാം. കാരണം ഐക്കും OnePlusഉം അതേപോലെ വിവോയും ഷവമി എല്ലാം തന്നെ 120 വാട്ടും 100 വാട്ടൊക്കെ ഉണ്ട്. അത് വെറും അരമണിക്കൂറിൽ താഴെ മതി. ഇത് 1 മണിക്കൂർ 4 മിനിറ്റ്, അതായത് 64 മിനിറ്റാണ് S24 പ്ലസിൻ്റെ 4900
mAh ബാറ്ററി ചാർജ് ചെയ്യാനെടുത്ത്. ഇത് 45 വാട്ട് ചാർജിങ് ആട്ടോ. 25 വാട്ടാണെങ്കിൽ അറൗണ്ട് 1.5 മണിക്കൂർ എടുക്കും. 25 വാട്ടും സാംസങ്ങിന് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. വില കുറവാണ്, 1200 രൂപ വരുന്നുള്ളൂ ആ ചാർജറിന്. അപ്പോൾ ഇതായിരുന്നു ചാർജിങ് ടെസ്റ്റ് സാംസങ് ഗാലക്സി S24 പ്ലസിൻ്റെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.